കോഴിക്കോട്ട് സെക്സ് റാക്കറ്റ് പിടിയിൽ. ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടക്കാവ് പോലീസിന്റെ പരിശോധന. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അഭിജിത്ത് മുഴക്കുന്ന, ഈ അപ്പാർട്ട്മെന്റിൽ ഈ രീതിയിൽ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സുജയ, അങ്ങനെ ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മലാപ്പറമ്പുള്ള ഈയപ്പാടി റോഡിലാണ്. കഴിഞ്ഞ 6 മാസത്തോളമായി ഈ അപ്പാർട്ട്മെന്റും ഈ അപ്പാർട്ട്മെന്റിലുള്ളവരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിനൊടുവിൽ ഇന്നാണ് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നതും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥൻ തന്നെ ചേരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുരേഷ് ബാബു. നമ്മളിത് അപ്പാർട്ട്മെന്റ് വേറൊരാൾക്ക് കൊടുത്താണല്ലേ? അപ്പാർട്ട്മെന്റ് ഒരു പ്രശസ്തനായ ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന പേരിലാണ് അയാളും ഭാര്യയും നമ്മളെ സമീപിച്ചത്. ഇത് വാടകയ്ക്ക് കൊടുക്കേണ്ട സമയത്ത്. അപ്പം താഴത്തത് അങ്ങേര് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങേര് ബാലുശ്ശേരി ദൂരെ ആയതുകൊണ്ട് അങ്ങേര് വൈഫ് ഇവിടെ തന്നെ താമസിക്കും. പിന്നെ അവർ നല്ലൊരു ഓണ്ടർപ്രണറാണ്. ഇവിടെ എന്തോ ഒരു പാക്കേജിൻ്റെ എന്തോ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർ തന്നെ ബാക്കി എല്ലാം തന്നെ അഗ്രിമെൻറ്റിൽ ഇത് 5 അപ്പാർട്ട്മെൻറ്റും 4 പേരിലാണ്. എൻ്റെ വൈഫും ഞാനും എൻ്റെ ഫ്രണ്ടും വൈഫും ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇത്. ഇതിന് കുറേ കഷ്ടപ്പാടുണ്ട്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് 2-2.5 കൊല്ലത്തോളം ഇവിടെ രാത്രിയും പകലും ഇല്ലാതെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു? ഒരു വിവരം കിട്ടിയില്ല. അപ്പം പോലീസ് എന്നെ വിളിച്ചിട്ട് സബ് ഇൻസ്പെക്ടർ, നടക്കാവുന്ന സബ് ഇൻസ്പെക്ടറാണ് എന്ന് പറഞ്ഞിട്ടാണ് വനിതാ SI വിളിച്ചിട്ട് നിങ്ങളൊന്ന് ഇവിടം വരെ വരണം, നിങ്ങളിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റില്ലേ ഉണ്ട്, അവിടം വരെ ഒന്ന് വരണം ചോദിച്ചപ്പോൾ എന്താ സംഭവം എന്നുള്ളത് ചോദിച്ചപ്പം പറഞ്ഞു ഒന്നുമില്ല, നിങ്ങളൊന്ന് ഇവിടം വരെ വരി, വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇവിടെ 2-3 ജീപ്പും കുറേ ആളുകളുമുണ്ട്. അപ്പം സബ് ഇൻസ്പെക്ടറാണോ CI ആണോ എന്നറിയില്ല, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുകളിലെ റൂമിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ക്ലോസറ്റ് നോക്കിച്ചു. ക്ലോസറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പറഞ്ഞു, എന്തോ ഒരു അസ്വാഭാവികതയല്ല, നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഒന്നും കൂടി പോയി നോക്കിയെന്ന് പറഞ്ഞു. അപ്പം പോയി ഞാൻ നോക്കും, ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് കവറും എന്തൊക്കെയോ ഉണ്ടെന്ന്. അല്ല, നിങ്ങൾ നല്ലോണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ട്, അതിൻ്റെ നർസും അതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയില്ല, നമ്മളിത് സ്റ്റണ്ടായിട്ട് നിൽക്കല്ലേ. അപ്പോഴാണ് അവിടെ ഒരു പെട്ടീൻ്റെ അകത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഇതും കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതും പിന്നെ ഇവിടുത്തെ ഇതിന് നിരക്കാത്ത സംഭവങ്ങളാണ്. അപ്പം ഞങ്ങളിത് വാടക കൊടുക്കേണ്ട സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി വന്ന് പലരും വന്നിരുന്നു. പല ഇക്ര ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടും സൈലായിട്ട് ബന്ധപ്പെട്ടിട്ടും പലരും വന്നിരുന്നു. പക്ഷേ ഇവരതാണ് നമുക്ക് കുറച്ചും കൂടി മികച്ചത് എന്ന് തോന്നിയിട്ടാണ് ഇവർക്ക് 11 മാസത്തിന് ഓരോ സിംഗിൾ അഗ്രിമെൻറ്റിൽ ഓരോരുത്തരെയും പേരിൽ അഗ്രിമെൻ്റ് ആക്കിയിട്ടാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ റെൻ്റ് എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് എല്ലാവർക്കും ഓൺലൈനായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇതിലിപ്പം ഒരു വയനാട് സ്വദേശിയായ സ്ത്രീയാണ് ഇതിൻ്റെ നടത്തിപ്പ് എന്നൊക്കെ പറഞ്ഞു. അവരുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല. ഇയാളുടെ വീടും സ്ഥലവും ബാലുശ്ശേരിയാണെന്ന് പറഞ്ഞു. ബാലുശ്ശേരിയിൽ നിന്നാണ് പിന്നെ ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു ഗ്രാമപ്രദേശമല്ലേ, അതിന് ഇവർക്ക് ഇവിടെ പുതിയത് കണ്ടപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കിയ നല്ല കൺസ്ട്രക്ഷനാണ്, എല്ലാ രീതിയിലുള്ളത്, കംപ്ലീറ്റ് തേക്കും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങളിത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഒരു സ്വപ്നം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇവർ നല്ല വിശ്വസനീയമായ രീതിയിലെല്ലാം നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ നാട്ടുകാരെങ്കിലും നിങ്ങളോട് ഉന്നയിക്കും? ആരെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് തരുകയോ ചെയ്തിട്ടുണ്ട്? 2 മാസം മുന്നേ ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ തൊട്ടടുത്ത വീട്ടിലൊരു ഫംഗ്ഷന് വന്നപ്പം അവിടെ എന്തോ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളൊന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വൈഫും കൂടി ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചു. ഇവിടെ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്ന രീതിയിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ചുറ്റുപാടും ഇവിടെ ഉണ്ടാവരുത്. തീരെ വിശ്വസനീയമല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് കൊടുക്കാൻ നിൽക്കരുത്. ഇതിൻ്റെ മുന്നേ ഒരിക്കലും ലഗേജ് എന്തോ വലിച്ചെറിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ പോലീസ് എന്നെ പരിശോധിച്ചിട്ട് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോലീസ് പോയത്. അതേമാതിരി എന്തോ സംഭവം എന്തോ ആണോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് CI വിളിച്ചപ്പം ഞാനിവിടെ വന്ന്. അപ്പോൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇവരെന്നെ പറയുന്നത് കേട്ടു 6 കുട്ടികളുണ്ട്. എത്രയാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, 6, 7, 8 കുട്ടികളോ മറ്റുണ്ട്. ഇപ്പോൾ ഇറങ്ങി പോകുമ്പം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പം അങ്ങേരടുത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറുങ്ങനെ സംഭവം അദ്ദേഹത്തോടൊന്ന് ചോദിക്കൂ. ഈ വാടകയ്ക്ക് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇവിടെ താമസിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വാടക കരാർ ഒപ്പിടുന്നത്. അങ്ങനെ ആ കാര്യത്തിൽ ഈ ദമ്പതികൾ എന്താണ് പറഞ്ഞത്? അവരുടെ തൊഴിൽ എന്താണ്?
ഓൺലൈനിലായിട്ട്. അല്ല, നമ്മൾ ഈ സാധാരണ ഈ വാടകയൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ സാധാരണ അവരോട് ചോദിക്കില്ലേ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്, നിങ്ങൾ എവിടെ നിന്നുള്ളവരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കില്ല. അങ്ങനെ ഒരു പരിശോധന നമ്മൾ നടത്തി. ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിൽ വിശ്വസിച്ച് പോയത് എന്താണെന്ന് വെച്ചാൽ ബഹ്റൈൻ ടീമിൻ്റെ ലോഗോ വരെ അയാളെ വാട്സപ്പിൽ ബഹ്റൈൻ ടീമിൻ്റെ ലോഗോ ആണുള്ളത്. ബഹ്റൈൻ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. പല സ്ഥലത്തും പലപ്പോഴും വിളിക്കുമ്പോൾ ഞാനിപ്പം ഇന്ന സ്ഥലത്താണുള്ള ടീമായിട്ട് ഫുട്ബോൾ ടീമായിട്ട് വരുന്നത്, ഞാൻ അടുത്ത് വരാം. അപ്പോൾ എഗ്രിമെൻ്റ് ഒപ്പിടാൻ അവർ ലീവ് എടുത്തിട്ട് ലീവിൻ്റെ സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എഗ്രിമെൻ്റ് എടുത്തതിന് ശേഷം ഇങ്ങേരും വൈഫും കൂടിയാണ് വീട്ടിൽ വന്നിട്ട് ഒപ്പിടിപ്പിക്കുന്നത്. ആ വൈഫ് തന്നെയാണ് പിന്നെ ഇതിൽ സാക്ഷിയായിട്ടും ഞങ്ങളെ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ട്. ഭാര്യ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് അന്നേരം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, ഇത് ഭാര്യ നോക്കിക്കോളും എന്നാണ് പറഞ്ഞത്. ഭാര്യ പിന്നെ ഏതായാലും ഇവർക്ക് ഇവിടെ താമസിക്കണം, അപ്പോൾ അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് ഒന്നായിട്ട് എടുത്തത്. അപ്പോൾ അതും ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചു, എന്തെങ്കിലും ഇഷ്യൂ നിയമപ്രശ്നം എന്താ വരുന്നതിന് ഓരോന്നും നിങ്ങളുടെ വൈഫിൻ്റെ പേരിലോ നിങ്ങളുടെ ഒരു പേരിലോ എടുത്ത് അത് വേണമെന്നില്ല. അപ്പം പിന്നെ ഒന്നായിട്ട് പൈസയില്ല ഇയാൾ വരുന്നതിനെ കൊണ്ട് പിന്നെ ഞാൻ അധികം നോക്കിയില്ല. എല്ലാവർക്കും കൃത്യമായിട്ട് ഓൺലൈനിലായിട്ട് കഴിഞ്ഞ മാസം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യനോട് പറഞ്ഞ് അത് പിന്നെ അഭിജിത്ത്, ഇത് എത്ര മുറികളുള്ള അപ്പാർട്ട്മെന്റ് ആണ്? ഒരു ഫ്ലാറ്റ് സമുച്ചയം പോലെയാണോ? എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ഇവർക്ക് എത്ര സ്ഥലമാണ് ഇവിടെ അലോട്ട് ചെയ്തിരുന്നത്? ഒരു അപ്പാർട്ട്മെന്റ് ആകെ ഇവരെടുക്കുകയായിരുന്നു. 10-ാം തീയതി അയക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. 5-ാം തീയതി 10-ാം ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം 5-ാം തീയതി അല്ല 6, 7, 8 ഇങ്ങനെയുള്ള നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടല്ലേ അവർക്ക് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് അല്ലേ? അതെ, ഓരോ അപ്പാർട്ട്മെന്റുമാണ് കൊടുത്തത്. മൊത്തത്തിൽ എത്ര റൂമുണ്ട് ഇവിടെ? മൊത്തത്തിൽ 5 അപ്പാർട്ട്മെന്റാണ്. മൊത്തം 5 അപ്പാർട്ട്മെന്റ്. ഇവരാണ് മറ്റുള്ളവർക്ക് റൂമുകൾ കൊടുത്തത്. അവരെങ്ങനെയാണ് ഈ റൂമുകൾ കൊടുത്തത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ആധാറും പിന്നെ മിനിമം എല്ലാ പാർട്ടിയുടെയും ആധാറും പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ടല്ലേ നോക്കുന്നത്, അന്വേഷിക്കുന്നത്. പിന്നെ ഇതൊക്കെ വെക്കുന്നില്ല, ഡീറ്റെയിൽസൊക്കെ വെക്കുന്നില്ല, ആരാ എന്താ വരുന്നതെന്നുള്ള. ഇതിൻ്റെ മുന്നേ എന്തോ ഒരു സംശയം പറഞ്ഞിരുന്നു, പിന്നെ മയക്കുമരുന്നിൻ്റെ എന്തോ ഒരു സംശയം പറഞ്ഞിരുന്നു ആൾക്കാർ. അപ്പോഴത് പോലീസിൽ അറിയിച്ചിരുന്നു? അല്ല, അങ്ങനെയാണ്. പിന്നെ പോലീസ് വന്നപ്പോൾ അത് എന്തോ ബഗേജ് വലിച്ചിരുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, പോലീസ് തന്നെ വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വരേണ്ടി വന്നില്ല, എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഏതോ ഒരു പാർട്ടിക്ക് റൂം കൊടുക്കാത്ത ദേഷ്യത്തിന് ഓരെന്തോ ബഗേജ് വലിച്ചിരുന്നതാണ്, ഓരെന്തൊക്കെയോ പറഞ്ഞ് വരുത്തിയതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് എത്ര കാലമായി നമ്മൾ ഇവർക്ക് ഇത് കൊടുത്തിട്ട്? ഒരു 11 മാസം കഴിഞ്ഞു, പിന്നെ ഒരു 11 മാസം കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ ഒരു അഗ്രിമെൻറ്റിൽ ഒരു 5 മാസമായി. അതിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും നമുക്ക് അങ്ങനെയുള്ള ഒരു സംശയം തോന്നിയിട്ടേ ഇല്ല അല്ലേ? ഇല്ല, ഞാൻ ഒന്നാമത് ഇവിടെ അങ്ങനെ വരുന്നില്ല. പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. തൊട്ട വീട് നമ്മളായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള, ഇതും തൊട്ടത് വീടാണ്. ഈ വീടിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കില്ലോ. ഫാമിലിയായിട്ട് പ്രത്യേകിച്ച് ഇക്ര ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഞങ്ങളിവിടെ അവസരത്തിൽ തന്നെ എനിക്ക് അന്വേഷണം വരാനുണ്ട്. വൈശാലി പിന്നെ ഡയാലിസിസിന് കൊടുക്കാൻ വേണ്ടിയിട്ടും ഡയാലിസിസിന് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ വാടക കുറഞ്ഞ് കിട്ടണം, തൊട്ടടുത്ത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് പോയി സമീപിച്ചോളി, അവരാണ് പിന്നെ അവരോട് റൂം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഈ അപ്പാർട്ട്മെന്റിൽ സെക്സ് റാക്കറ്റ് ആണ് പ്രവർത്തിച്ചത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഉടമ ഇങ്ങനെയൊരു കരാർ ഒപ്പിട്ടത് ആകെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാത്രമായിട്ടാണ്. അതിലെ പ്രത്യേകമായി ഓരോ പാർട്ടായിട്ട് പിന്നീട് മറ്റുള്ളവർക്കായി കൊടുക്കുകയായിരുന്നു. അഭിജിത്ത്, ഇക്കാര്യത്തിൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതവിടെ പ്രവർത്തിച്ചിരുന്നത്, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എത്ര കാലമായി അത് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ വീണ്ടും എത്താം അഭിജിത്ത് മുഴക്കുന്നിലേക്ക്.